എന്തുവാ പുസ്തകമൊക്കെ പിടിച്ചോണ്ട് തെക്കോടൊക്കെ നടക്കുന്നേ? അയ്യോ, ഓൾഡ് ജനറേഷൻ. അമ്മ ഇതൊക്കെ ട്രെൻഡിങ് ആണ് അമ്മ, ഇതൊക്കെ അറിയണ്ടേ? പോരാ, അഭിനയൊന്നും അത്ര അങ്ങോട്ട് പോരാ. അമ്മ അങ്ങനെയല്ലേ പറയൂ, കഴിവുള്ളവരെ അംഗീകരിക്കൂലല്ലോ. എനിക്ക് കഴിവുള്ളവരെ അംഗീകരിക്കാൻ ഒരു മടിയില്ല. ഓ അമ്മായി എന്നടാ കൊട്ട് എന്തോന്ന് എട്ട് എന്തടാ കളിക്കണ പൈസ എടുക്കേ. ഓ അത് ഓക്കെ. ബാക്കി എവിടെ? 300 ഉള്ളല്ലോ, 500 നല്ലായിരുന്നു അഗ്രിമെന്റ്. 10 മിനിറ്റ് ഉള്ള വീഡിയോക്കൊക്കെ അത് മതി. എന്തൊരു പരിപാടി? അത് മതി. അമ്മായി ചുമ്മാ ഒരു ഡീല് പറഞ്ഞ ഡീലായിരിക്കണം കേട്ടാ. എന്തോടാ 10 മിനിറ്റ് നീ വർക്ക് ചെയ്തോളൂ, അതിന് നീ 300 രൂപ എന്നെ കൂടുതലാണ്. ഓ അങ്ങനെ ശരി, എന്നാ പിന്നെ 300 രൂപ മതി, കുഴപ്പമൊന്നുമില്ല. 10 മിനിറ്റിന്റെ പരിപാടിയല്ലേ ഉള്ളൂ. പക്ഷേ ഈ സാധനം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമല്ലോ, അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ വന്ന് കമന്റ് ഇടും. നോവൽ എഴുതിയ ആളുടെ പേര് പോലും അറിയാതെ ബുക്ക് പിടിച്ചോണ്ട് കിടക്കുന്ന ഗൗരി അമ്മായി. യേശു, അപ്പൊ അമ്മായി എവിടെ പോവും? ഏറിപ്പോവും. ഏറിപ്പോയിട്ട് അവിടെ കിടന്ന് വിളിക്കും, തയ്യാറക്കട. ഞാൻ മാത്രമല്ല, എന്റെ പിള്ളേരെ കൊണ്ട് മൊത്തം ഞാൻ കമന്റ് അടിപ്പിക്കും. ഫുള്ള് നെഗറ്റീവ്, ഫുള്ള്. വേണ്ട വേണ്ട വേണ്ട, ഇത് വച്ചോ. 200 രൂപ. വിശ്വസിക്കാൻ പറ്റില്ല, എണ്ണി നോക്കണം. പിന്നെ ആ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞേ ഒരു 1 മില്യൺ റീച്ച് അടിപ്പിച്ചു തരുമോ? അതില്ലായിരുന്നല്ലോ, അത് ഡിമാൻഡിലില്ലായിരുന്നല്ലോ നേരത്തെ. ഡീലില്ല, നോ ഡീൽ. എനിക്ക് ഇത്രയും ഫ്രണ്ട്സ് ഇല്ലേടാ. അത് നമുക്ക് സിമ്പിൾ പരിപാടിയാണ് 1 മില്യൺ അടിപ്പിക്കാന്നുള്ളത്. പക്ഷെ അതിന് അടുത്ത ഡീൽ വേണം. നെക്സ്റ്റ് 500 റുപ്പീസ്. വേണ്ട, എന്റെ വീഡിയോ അടിപൊളിയാണ്, കാണുന്നവരെന്നെ ഷെയർ ചെയ്ത് 1 മില്യൺ ആക്കിത്തരും. ആക്കിത്തരും. അറുപ്പീസ് സാധനം കേട്ടോ, കയ്യിൽ പൈസയും വെച്ചിട്ട് തരാതിരിക്കണ. എല്ലാം പൂത്തി വെച്ച. ഇത് എന്റെ സാരി അല്ലയോ? അമ്മേരെ സാരി തന്നെ, എന്ത് പ്രശ്നം? ഷൂട്ട് കഴിഞ്ഞ് ഊരി തരാം, കൊറേ ഉണ്ടല്ലോ അലമാരയിലുള്ളില്, പോകുമ്പോ എല്ലാം കൂടെ കൊണ്ടുപോകൂലല്ലോ. കഴിവ് എടുത്തോ. ഗൗരി ഫോൺ. ആ താങ്ക് യു. അവള് പറഞ്ഞേച്ചു പോയത് കേട്ടോ, പോകുമ്പോ ഇതൊന്നും കൊണ്ടുപോകത്തില്ലല്ലോ എന്ന്. அது சத்தியம் தானே அம்மா, நம்ம போகும்போது ஒண்ணுமே கொண்டு போக மாட்டோம். എന്തടി ഇങ്ങോട്ട് വാ. കൊച്ചൊരു കാര്യമായിട്ട് പോണെന്ന്, നിനക്കെന്ത്? വാ. എന്തുവാ? ഒരു മാങ്ങ പറിച്ചാ? എന്ത് മാങ്ങ പറിച്ച? നീ പോയ വേണ്ട, ഇവിടെ ഒരു മനുഷ്യ ഇവിടെ. എടി മാങ്ങയൊന്നും വിളഞ്ഞിട്ടില്ല, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. പറിച്ചേട്ടാ. എനിക്ക് പോയിട്ട് ഒരു അത്യാവശ്യമുണ്ട് കൊച്ചിന്. ഒരെറി ഒരു മാങ്ങ. നീ എറിഞ്ഞിട് മാങ്ങ, പ്രശ്നം കഴിഞ്ഞില്ലേ ചേട്ടാ? മാങ്ങ വീണ് കഴിഞ്ഞ നമ്മൾ പടവലത്ത് പോയപ്പോ കഴിച്ചില്ലേ, ഉപ്പും പിന്നെ മുളക് പൊടിയും പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കഴിച്ചില്ലേ, അതുപോലെ കഴിക്കാം. പോച്ചേ, അത് എനിക്കിപ്പോ കൊച്ചിന്റെ കാര്യം. കല്ല് കുറെ മൂട്ടി കിടപ്പുണ്ടല്ലോ, എറിഞ്ഞിട്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ക്ലാസ്സിലൊന്നും കൊള്ളല്ലേ. ലാസ്റ്റ് ഹൗസ് ഓണറിന്റെ കയ്യിൽ നിന്ന് തെറിവിളി കേൾക്കണം ഞങ്ങളായിരിക്കും, കേട്ടല്ലേ? ആരുടെ മണ്ടയ്ക്കും കൊള്ളല്ലേ, നോക്കിയും കണ്ടോ കയറി. ഫോൺ എടുത്തില്ലല്ലോ. ഇതിന് പറ്റേട്ടാ, എല്ലാത്തിനും മൊത്തം ഞാൻ അപ്പഴേ പറഞ്ഞു. എന്താ അയ്യോ ചോരേ ഇല്ല, അത്ര കുഴപ്പമൊന്നുമില്ല. എന്ത് പറ്റിയേ? കല്ല് വന്ന് കൊണ്ട
കല്ല ഉം. കല്ലെങ്ങനെ വന്ന് വീണ്? മാങ്ങ എറിയാൻ കല്ലെടുത്ത് എറിഞ്ഞതാ. നീ എന്തിനിപ്പൊ മാങ്ങ എറിയാൻ പോയേ? ഞാൻ മാങ്ങ എറിഞ്ഞു വെച്ച ഞാൻ മാങ്ങ എറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്റെ തലത്തിന് ഒന്ന് കൊള്ളുവോ? പിന്നെ ആരാ? ആരായിരിക്കും? പാർവേ, നീയാണോ മാങ്ങ കല്ലെറിഞ്ഞത്? ആണാ? എന്തെങ്കിലും ചോദിച്ച ഇങ്ങനെ അങ്ങ് നിന്നോളണം കേട്ടോ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.